ലോകത്താർക്കുമില്ലാത്ത എന്നാൽ മലയാളിക്ക് മാത്രമുള്ള ഒരു രോഗത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. വളരെ എളുപ്പമാണ്. അത് ഈ പലസ്തീൻ സ്നേഹമാണ്. കാരണം ലോകത്താർക്കും ഇല്ല, ഇവിടെ മലയാളിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. മലയാളിയുടെ രോഗം ഏതാണ്ടൊക്കെ ശമിച്ചെന്ന് തോന്നുന്നു. അതെ, കാരണം ഇലക്ഷന് മുമ്പ് ഭയങ്കര രോഗമായിരുന്നു. ഇപ്പോൾ SFIക്കും DYFIക്കും ഒക്കെ രോഗം. ഇൻതിഫാദ എന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഹോസ്റ്റലിന് വരെ പേരിട്ടു. ഈ പക്ഷേ മലയാളികൾ ചിലർക്ക് ഇപ്പോൾ രോഗം മാറിയിട്ടില്ല. ഞാനൊരു വിദ്യാർത്ഥിയുടെ പേര് പറയാം. അയാളുടെ പേര് അബ്ലാസ് മുഹമ്മദ് ഷംനാഥ്. ഇയാൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഹൈദരാബാദ് ക്യാമ്പസിൽ MA വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിൻ്റെ കോൺവൊക്കേഷൻ ബിരുദദാന ചടങ്ങ് നടക്കുന്നു. അപ്പോൾ എല്ലാവരും വരുന്നു. അവിടെ വൈസ് ചാൻസലർ അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഇവർക്ക് ബിരുദം കൊടുക്കുന്നു, മറ്റേ തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നു. ഈ ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെ ചടങ്ങ് നടന്ന് ഓരോരുത്തരുടെ പേര് വിളിച്ച് ഈ ഷംനാഥ് എന്ന് പറയുന്ന നമ്മുടെ മലയാളി ആളെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോഴാണ് ഇയാൾ രോഗിയാണെന്ന് മനസ്സിലായത്. ഏത് രോഗം? പലസ്തീൻ രോഗം. ഇവൻ കഫിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കഫിയ ഈ പലസ്തീനുകൾ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കറുത്ത കയറ് പോലത്തെ ഒരു സാധനം കിട്ടില്ലേ, യാസർ അരാഫത്ത് ഒരു സാധനം അതൊക്കെ വെച്ചിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ ഉടനെ ടിസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞു, നിനക്ക് തരുന്നില്ല ഡിഗ്രി എന്ന് പറഞ്ഞു. ഡിഗ്രി തരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇറക്കി നിർത്തി ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തു. ഡിഗ്രി കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് പിന്നീട് അപ്പനും അമ്മയും എല്ലാം കൂടെ ചെന്ന് ഡയറക്ടറുടെ മുറിയിൽ പോയി ചങ്കത്തടിച്ച് നിലവിളിച്ച് മാപ്പെഴുതി കൊടുത്തു. ഈ കാണിച്ചത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡിഗ്രി മേടിച്ചൊരു വീട്ടിൽ പോയി. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ചില ആളുകൾക്ക് എല്ലാ കാര്യത്തിലും മതമാണ്. ഒരു വിദ്യാർത്ഥി പഠിച്ച് അവനൊരു ബിരുദം കിട്ടി, അവൻ ജീവിതത്തിൽ ഒരു തൊഴിലിലേക്ക് പോകുന്ന സമയം അല്ലേ, ഇയാൾ അവിടെ ഹൈദരാബാദിൽ എന്തോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ചെയ്യുന്നത്, റിസർച്ച് വർക്കൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ. ഫ്രീലാൻസ് റൈറ്റർ, എഴുത്തുകാരാണ്, ഫ്രീലാൻസ് റൈറ്റർ. അപ്പോൾ എഴുതുന്ന മുഴുവൻ എന്തായിരിക്കും എന്ന് മനസ്സിലായല്ലോ. റിസർച്ച് അസോസിയേറ്റുമായിട്ട് വർക്ക് ചെയ്യാണ്. പനിയുണ്ട്, അതുകൊണ്ടാണ് ശബ്ദമല്ലാണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നത് ശബ്ദമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇയാൾക്ക് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അയാളുടെ കോഴ്സ് കഴിഞ്ഞു. അവിടെ ചെന്ന് മര്യാദയ്ക്ക് ഡിഗ്രിയും മേടിച്ച് വല്ല ജോലിയും കിട്ടുമെങ്കിൽ ജോലി എടുത്ത് ജീവിക്കണം. അതിന് പകരം എല്ലാ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും പേരൻസും ബന്ധുക്കളും കോൺവൊക്കേഷൻ ആഘോഷമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ കോളേജുകളൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ ഉന്നത നിലവാരം പുലർത്തുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ കോൺവൊക്കേഷൻ വലിയ ചടങ്ങായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ അമൃതയിലൊക്കെ എങ്ങനെയാണ്, ബാക്കി ചില കോളേജുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളത് ഡിഗ്രി പാസ്സായി അല്ലെങ്കിൽ PG പാസ്സായി അങ്ങ് പോവുകയാണ്. പക്ഷേ ഇവിടെ ആ ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് ഈ വേഷം കെട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? കാരണം ഇതൊരു മതമാണിത് അല്ലേ, മതത്തിൻ്റെ ചിഹ്നമാണ്, രാഷ്ട്രീയവും കൂടിയാണ്. വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് അത് കലർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇത് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ITISൽ പഠിക്കുന്നുണ്ട്. ഹൈദരാബാദ് ക്യാമ്പസിൽ മുംബൈ സെൻറ്ററുടെ കീഴിലാണ് ഈ ഹൈദരാബാദ് ക്യാമ്പസ്. അവിടെ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മലയാളിക്ക് മാത്രം ഈ രോഗം? എവിടെയും മതം കുറ്റിക്കയറ്റുക എന്നുള്ള പ്രവണത കേരളത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട, എന്തിനു പറയാതിരിക്കുന്നത്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം, ഭൂരിപക്ഷം പേര് ഒന്നുമല്ല, അവരൊക്കെ മര്യാദയ്ക്ക് പോയി പണിയെടുക്കും, പഠിക്കും, അവരുടെ കാര്യം നോക്കി വീട്ടിൽ പോകും. പക്ഷെ ഒരു ചെറിയ മൈക്രോ മൈനോറിറ്റിക്ക് ഇത്തരമൊരു സൂക്കേടുണ്ട്. അതാണ് അവിടെ കണ്ടത്. ഇതിപ്പോൾ നോക്കൂ, ലോകത്ത് സൗദി അറേബ്യ പറഞ്ഞു അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമാസ് നമസ്കാരം നടത്തിയ പിടിച്ച് ജയിലിലിടുന്നത്. മക്കയും മദീനയൊക്കെ അവിടെയാണ്, പ്രവാചകൻ ജനിച്ചത് അവിടെയാണ്. അവിടെ അവർക്ക് വിഷമമില്ല, ഇവിടെയാണ് ചില ആൾക്ക് വിഷമം. നമ്മൾ ഓർക്കുന്നില്ലല്ലോ, ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ജോർദാനും ഈജിപ്തും ഒന്നുമല്ല, സൗദി അറേബ്യയും UAE ആണല്ലോ. അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ യുദ്ധം നടന്നിട്ട് അവർക്കൊരു സങ്കടം പോലുമില്ല. പലസ്തീനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലെബനോണിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും, ഒരു പ്രതിഷേധ പ്രസ്താവന പോലും സൗദി അറേബ്യ ഇറക്കിയത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള ആരെങ്കിലും ഈ പലസ്തീൻ സ്നേഹികളുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്നിടുക. UAE ഇറക്കിയത് ഞാൻ കണ്ടിട്ടില്ല. എന്തിന്? അബുദാബി, UAE ഒരു എമിറേറ്റ് ആണല്ലോ. അബുദാബിയിൽ എന്താ സംഭവിച്ചത്? ബ്രിട്ടനിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകർ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈല അഹമ്മദ് എന്ന അവരുടെ പേര്, മുസ്ലിമാണ്. അവർ അബുദാബി എയർപോർട്ടിൽ വന്നിറങ്ങി. അബുദാബി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ലണ്ടനിലേക്ക് പോവുകയാണ്. അബുദാബിയിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ വന്നപ്പോൾ ഒരു ടീഷർട്ട് ഇട്ടു. ഈ ടീഷർട്ടിൽ പലസ്തീൻ എഴുതിയിട്ടുണ്ട്. ഇവരെ എമിഗ്രേഷൻ ചെക്കിന് ചെന്നപ്പോഴത്തേക്ക് ഒന്ന് പരിശോധിച്ചു, പിന്നെയും പരിശോധിച്ചു, 5 തവണ പരിശോധിച്ചു. 5 തവണ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അസാധാരണമായൊരു നീക്കം. അവർ ഞെട്ടിപ്പോയി, എന്താ സംഭവം, പിടിച്ചൊരു മുറി കൊണ്ടുപോയി, നിങ്ങൾക്ക് ഈ വിമാനത്തിൽ പോകാൻ പറ്റില്ല. നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ച വിഷയം തന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത് ഇന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല റിപ്പറ്റീഷന് വേണ്ടിയിട്ടല്ല.
എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ പലസ്തീൻ എഴുതിയ ടീഷർട്ട് ഊരി കൊട്ടക്കളയണം, അല്ലെങ്കിൽ അത് മറച്ചു വെക്കണം എന്തെങ്കിലും കൊണ്ട്. അവസാനം ആ സ്ത്രീയെ കൊണ്ട് ആ കുപ്പായം പലസ്തീൻ എഴുതിയ കുപ്പായം ഊരിച്ചതിന് ശേഷമാണ് അവർ വിമാനത്തിൽ കയറ്റിയത്. എവിടെ? അബുദാബി, ഇസ്ലാമിക രാജ്യത്താണ്. UAE ഒരു എമിറേറ്റ് ആണല്ലോ, ഇസ്ലാം ഭരണമുള്ളിടത്ത്. അവിടെ അങ്ങനെ ചെയ്തത്. അവർ പറഞ്ഞതെന്നറിയോ, ഈ പലസ്തീൻ എന്ന് കാണുമ്പോഴത്തേക്കും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ട്, അസ്വസ്ഥത ഉണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു. അപ്പോൾ ഇത് പലസ്തീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നതും എഴുതി വെക്കുന്നതുമൊക്കെ മറ്റ് ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഒരു ഇസ്ലാമിക രാജ്യത്താണ്, അവിടുത്തെ ഭരണകൂടമാണ്, അവിടുത്തെ അധികൃതരാണ്. അത് ഇസ്ലാം രാജ്യം പോലും ഈ പറയുന്നത് മറ്റുള്ളവർക്ക്, മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഇസ്ലാമിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് അവർക്ക് അവരുടെ പാട് നോക്കി ഇവിടെ ഇരിക്കുന്ന ആരുടെ അമ്മാവൻ്റെ മക്കളൊന്നുമല്ല പലസ്തീനിലുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നമുക്ക് വേറെ പണിയൊന്നുമില്ല, അവിടെ അവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, ഇവിടെ ഈ ഹനയ്യയെ പോലെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പറ്റിയ കേരളത്തിൽ കൊണ്ടുവന്ന് പൊതുസമ്മേളനം നടത്തിക്കുമായിരുന്നു അല്ലേ? മലപ്പുറത്തൊക്കെ വലിയ റാലി, പലസ്തീൻ അനുകൂലമായ പ്രകടനം, ഗസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബന്ദ് മാത്രം നടത്തിയില്ല, ഹർത്താൽ നടത്തിയേനെ. ഒരു പക്ഷേ ഹൈക്കോടതിയുടെ വിലക്കില്ലായിരുന്നെങ്കിൽ. നോക്കൂ, അവിടെ ആലുവയിൽ, നമ്മുടെ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ആലുവയിൽ ഹനയ്യയുടെ ഫോട്ടോയിൽ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടുന്നു. വേറൊരുത്തൻ ഒസാമ ബിൻ ലാദന് സ്നേഹം എന്ന് എഴുതിക്കൊണ്ട് ഒരു ലോറി ഓടിക്കുന്നു കേരളത്തിൽ. അതായത് ലോകത്തിലെ കൊടും ഭീകരനെന്ന് കണ്ട് അമേരിക്കയും ലോകത്തിലെ പല രാജ്യങ്ങളും പ്രഖ്യാപിച്ച IS ഭീകരനായ ഒസാമ ബിൻ ലാദനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോറിക്ക് പേരിട്ട് ഓടിക്കുന്നുണ്ട് നമ്മുടെ ഈ ആലുവയിൽ. കേരളം അത്രമാത്രം മാറിയിരിക്കുന്നു. ഈ ഒസാമ ബിൻ ലാദൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇന്ത്യ ഇപ്പം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. കഴിഞ്ഞ ദിവസവും താലിബാനും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടന്നു. താലിബാൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തില്ല എന്നൊരു സംശയമുണ്ട്. ക്രോസ് ചെക്ക് ചെയ്യണം, സബ്ജക്ട് ടു കറക്ഷൻ. എൻ്റെ ഓർമ്മ അങ്ങനെ ഞാൻ വായിച്ചു എന്ന് ഓർക്കുന്നത്. താലിബാനുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പരസ്പര സഹകരണം. അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് മിനറൽസ്, ധാതു സമ്പുഷ്ടമായ രാജ്യമാണ്. അവിടെ പല കാര്യങ്ങളും ഇന്ത്യക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിലൊക്കെ ഉപരി അഫ്ഗാനിസ്ഥാനും നിരന്തരം പാകിസ്ഥാനുമായിട്ട് അടിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു നല്ല ബന്ധം അഫ്ഗാനിസ്ഥാനോട് ഉണ്ടാക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ കടുത്ത ദാരിദ്ര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് ഒക്കെ, ഭക്ഷ്യധാന്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അവർ വളരെ താങ്ക്ഫുള്ളായിട്ട് നിൽക്കുകയാണ്. താലിബാൻ ഭീകരവാദികളാണ്. അവർ ഇന്ത്യയോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നതറിയോ? അവിടെ ISൻ്റെ ആക്രമണം, ISനെ ചെറുക്കാനായിട്ട് ഇന്ത്യ സഹായിക്കണമെന്ന് താലിബാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പം താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് പോലും ഭീകരന്മാരാണ് IS, അല്ലേ? ആ ISന്റെ തലവനായിരുന്നു ഒസാമ ബിൻ ലാദൻ. അവന്റെ പടം വെച്ചിട്ട്, അവന്റെ പേരും വെച്ച് ഒരു ലോറി ആലുവയിൽ കേരളത്തിൽ ഓടുന്നു എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിന്റെ വ്യാപനം എത്രത്തോളം വലുതാണെന്ന് ആലോചിക്കണം. അപ്പോൾ കേരളത്തിൽ IS ഭീകരന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയണം. ഇവിടെ ഒസാമ ബിൻ ലാദന്റെ പടവും പേരും വെച്ച് ഒരു ലോറി ആലുവയിൽ ഓടുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഓടുന്നുണ്ടെങ്കിൽ ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിഫലനം മാത്രമേ. അതെ, തീർച്ചയായിട്ടും. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കേരളത്തിലെ ഇന്റലിജൻസ്, പോലീസ് ഇവർക്കാർക്ക് കണ്ടില്ലേ? കാരണം ആഗോള ഭീകരന്റെ പേരും വെച്ച് ഒരു വണ്ടി ഓടിക്കുക. അപ്പോൾ ഒസാമ ബിൻ ലാദൻ അവിടെ വേണം പറയാം, എൻ്റെ മോൻ്റെ, എൻ്റെ അമ്മാവൻ്റെ പേരാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ അങ്ങനെ ഒരു അമ്മാവനോ മോനോ ബന്ധുവോ ഉണ്ടെന്ന് ഇയാൾ തെളിയിക്കണം. അല്ലെങ്കിൽ ഇയാൾ തീർച്ചയായും താലിബാൻ പോലും ഭീകരരായി കരുതുന്ന ISൻ്റെ ആരാധകരാണ്. ഈ രോഗം എവിടെയുള്ളത്? കേരളത്തിലാണുള്ളത്. ഇത് പറഞ്ഞാൽ കുഴപ്പമാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറത്ത് 152 കോടി രൂപയും 123 കോടി ഹവാല പണവും 150 കിലോയുടെ സ്വർണവും പിടിച്ചു മലപ്പുറം എയർപോർട്ടിൽ. അത് പറയാൻ പാടില്ല. മലപ്പുറത്തുനിന്ന് പിടിച്ചാൽ പറയാൻ പാടില്ല. അത് കോഴിക്കോടെന്ന് പറയണം. കോഴിക്കോടെന്ന് പറയണം. കോഴിക്കോട് വിമാനത്താവളം എന്ന് പേരുണ്ടെങ്കിലും കോഴിക്കോട് സർവകലാശാലയും കോഴിക്കോട് വിമാനത്താവളം ഇരിക്കുന്ന മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറത്ത് കേസുകൾ കൂടുന്നു, കേസെടുക്കാൻ പാടില്ല. ഇത് പറയുന്ന സംസ്ഥാനത്തൊരു മന്ത്രിയാണ്. ഇത് ആ മന്ത്രി പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അത് വെച്ച് ചർച്ച ചെയ്ത് മലയാളത്തിൽ നമ്മൾ മാത്രമാണ്. സംസ്ഥാനത്തൊരു മന്ത്രി പറയുകയാണ് പോലീസ് കേസെടുക്കരുത്. അത് ശരിക്കും ഈ അൻവറിൻ്റെ ഈ പ്രക്ഷോഭങ്ങളും ഈ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ പൈലറ്റ് എപ്പിസോഡായിരുന്നു അബ്ദുറഹ്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പോലീസ് കേസെടുക്കരുത്, കാരണം മലപ്പുറത്ത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ കള്ളക്കടത്ത് നടത്തിയാൽ, മയക്കുമരുന്ന് കച്ചവടം നടത്തിയാൽ, കള്ളനോട്ട് കൊണ്ടുവന്നാൽ, ഹവാല കൊണ്ടുവന്നാൽ കേസെടുക്കരുത്.
മലപ്പുറത്ത് കേസെടുത്താൽ കൂടുതൽ മുസ്ലിങ്ങൾ പ്രതിയാവുന്നു. എങ്ങനെ പ്രതിയാവുന്നു? അൻവർ തന്നെ പറയുന്നുണ്ട് മലപ്പുറത്ത് 90% മുസ്ലിങ്ങളാണെന്ന്. 90% മുസ്ലിങ്ങളുണ്ടെങ്കിൽ കേസെടുക്കുമ്പോഴും മിക്കവാറും 90% അവർ വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഈ അബ്ദുറഹ്മാനും അൻവറും ഒക്കെ പറയേണ്ടത്, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ ദീനിയായ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ കള്ളക്കടത്ത് നടത്തരുത്, ഹവാലാടപാട് നടത്തരുത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, മയക്കുമരുന്ന് കച്ചവടം നടത്തരുത്, ഇതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്യും, അവരെ പിടിക്കാൻ പറയാനും പാടില്ല, പിടിക്കാനും പാടില്ല. അപ്പം അൻവറിൻ്റെ ലക്ഷ്യം എന്ന് അൻവർ അവിടുത്തെ സാധാരണക്കാരൻ്റെ കുടിവെള്ള പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ വീടില്ലാത്തവരുടെ പ്രശ്നം ഒന്നും അല്ലല്ലോ പറയുന്നത്. അൻവർ ആകെ പറയുന്ന കള്ളക്കടത്തുകാരൻ്റെയും ഹവാലക്കാരൻ്റെയും പ്രശ്നമാണ്. കസ്റ്റംസ് പിടിക്കുന്നില്ല, പോലീസ് കസ്റ്റംസ് പിടിക്കാതെ വിട്ടത് പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ചാൽ അൻവറിന് എന്താ? അൻവറിന്റെ മുതലൊന്നുമില്ലല്ലോ. അൻവറിന് എന്തോ മുതൽ പിടിച്ചതുപോലെയാണ് വിഷമം. അത് കള്ളക്കടത്തുകാരൻ്റെ സാധനം പോലീസ് അടിച്ചുകൊണ്ട് പോകണം. അൻവറിന് എന്താന്നേ? കള്ളക്കടത്തുകാരനില്ലേ? അല്ല, കള്ളക്കടത്തുകാരൻ പാവപ്പെട്ട കള്ളക്കടത്തുകാരൻ അൻവർ പറഞ്ഞാണ് വാർത്താ സമ്മേളനത്തിൽ. അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ പരമാവധി കയറ്റിക്കൊണ്ട് വരാവുന്നത്, അവിടെ എവിടെയൊക്കെ വെച്ചുകൊണ്ട് വരാവുന്ന പരമാവധി 1 കിലോ ഉള്ളൂ. ഈ 1 കിലോ സ്വർണം ഒക്കെ കൊണ്ടുവന്നാൽ 10,000-50,000 രൂപ കിട്ടും. ഇവർക്ക് പാവങ്ങൾക്ക്, ആര് പാവങ്ങൾ? ഈ കള്ളക്കടത്തുകാരൻ പാവങ്ങൾ. അവന് വിമാന ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ദുബായിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വിമാന ടിക്കറ്റിന് പൈസ ഇല്ലാത്ത ആളുകൾ ഗൾഫിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി അല്ലേ? അത്യാവശ്യം കമ്പനികളൊക്കെ മാന്യമായ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ 1 മാസത്തെ ടിക്കറ്റ് എടുത്ത് വന്നു പോകാനുള്ള ശേഷിയൊക്കെ ഇപ്പോൾ പ്രവാസി മലയാളിക്കുണ്ട്. അല്ലെങ്കിൽ തന്നെ അയ്യോ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കള്ളക്കടത്ത് നടത്തിയേക്കാം എന്ന് കരുതുന്ന അധമ സംസ്കാരമുള്ളവരൊന്നും അല്ല പ്രവാസികളായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ. ഒരു സംശയവുമില്ല. അവരെ അപ്പം വിദേശത്ത് നടക്കുന്ന മലയാളികളൊക്കെ ദാരിദ്ര്യം കൊണ്ട് നിവർത്തി കൊണ്ട് കള്ളക്കടത്ത് നടത്തുന്നവരാണെന്നാണ് അൻവർ പറഞ്ഞു വെച്ചോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പാവപ്പെട്ട കള്ളക്കടത്തുകാരുടെ സ്വർണം പോലീസ് പിടിച്ചെടുത്ത് 1 കിലോ കൊണ്ടുവന്ന് കിട്ടിയാൽ 200 ഗ്രാമേ കൊണ്ടുവരുന്നുള്ളൂ. ബാക്കി എന്ത് ചെയ്യുന്നു? പോലീസ് കൊണ്ടുപോകുന്നു. ആരുടെ മുതൽ പോയി? കള്ളക്കടത്തുകാരൻ്റെ പോയി. കള്ളക്കടത്തുകാരൻ്റെ 800 ഗ്രാം സ്വർണം പോയതിൻ്റെ പേരിൽ ആര് കരയുന്നു? അൻവർ കരയുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അൻവർ കുറേ കള്ളക്കടത്തുകാരുടെ കാരിയർമാരെ കൊണ്ടുവന്നിട്ട് മുഖം തിരിച്ചും മുഖം മറച്ചും ഒക്കെ അഭിമുഖം നടത്തിയല്ലോ. എന്നാൽ അൻവറിന് ചോദിക്കാമല്ലോ, എടേ ഷുക്കൂറെ, അല്ലെങ്കിൽ എടേ ഫാസിലെ, അല്ലെ എടേ മുരളി, ഇനി മുരളി ഉണ്ടെങ്കിൽ മുരളി, അല്ലെങ്കിൽ ജോസഫ് ഉണ്ട് ജോസഫ്, ജോസഫേ, നീ ഈ സ്വർണം കൊണ്ട് ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്? ആരാ തന്നയച്ചത്? ആർക്ക് കൊടുക്കാനാണ്? ഇതെന്നോട് ചോദിച്ചൂടെ? അങ്ങനെ ചോദിച്ചാൽ കള്ളക്കടത്ത് തന്നെ അവസാനിപ്പിക്കാമല്ലോ. കള്ളക്കടത്തിനെതിരാണ് അൻവറിൻ്റെ പോരാട്ടമെങ്കിൽ അൻവർ എന്തുകൊണ്ടാണ് ഇവരെ വിളിച്ചിട്ട് ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എവിടെ കൊടുക്കാൻ പോകുന്നു ചോദിക്കാത്തത്? അത് പറയാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് മലയാളിക്കൊരു വല്ലാത്തൊരു രോഗമുണ്ട്. ആ രോഗത്തിൻ്റെ പേര് മതം ഉപയോഗിച്ച് എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇപ്പോൾ അൻവർ. ഈ അൻവറിൻ്റെയൊക്കെ ജനുസിൽപ്പെട്ട വൃത്തികെട്ട മതജീവികളുടെ ഭാഗമായുള്ള ഒരു വിദ്യാർത്ഥിയാണ് തിസിൻ്റെ ക്യാമ്പസിൽ ഈ പൊറാട്ട് നാടകം നടത്തി. ലോകത്തെ മുസ്ലിങ്ങൾക്ക്, ഗൾഫ് രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യയ്ക്ക്, ജോർദാൻ എന്തു പറയുന്നു, ലിബിയ എന്തു പറയുന്നു, അല്ലെങ്കിൽ ഈജിപ്ത് എന്തു പറയുന്നു, ഈ ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തെക്കുറിച്ച് ആരൊന്നും പറയുന്നില്ല. പിന്നെ മലയാളിക്ക് മാത്രം എന്താ ഈ ചൊറിച്ചിൽ? ഇപ്പോൾ മലയാളിക്ക് ഈ രോഗം വല്ലാതെ കലശലായിരിക്കും. ചില ആളുകൾക്ക്, കുറേ പേർക്ക് പരസ്യമായിട്ട് കാണാം. ഇത് രഹസ്യമായിട്ട് പുറമേ കാണാതെ ഈ രോഗം ബാധിച്ച കുറേ പേരുടെ കാണും. ഇതിനൊക്കെ ചികിത്സ ആവശ്യമാണ്. ഈ ചികിത്സ കൊടുക്കേണ്ട സമയമായി വരികയാണ്. ചികിത്സ ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.